ദിവസങ്ങളിലായി തിമിർത്ത് പെയ്ത മഴയിലും കാറ്റിലും തൃക്കരിപ്പൂരിന്റെ തീരമേഖലയിൽ വെള്ളക്കെട്ടും കൃഷിനാശവും. മൊട്ടമ്മൽ വയലോടിയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പാറി. തീരദേശ മേഖലയിൽ കാറ്റും മഴയും ശക്തമായതോടെ വീടുകൾക്കും കൃഷിക്കും നാശമുണ്ടായി. നിർത്താതെ പെയ്ത മഴയ്ക്കൊപ്പമെത്തിയ കാറ്റാണ് നാശനഷ്ടമുണ്ടാക്കിയത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ തീരമേഖലയിൽപ്പെടുന്ന ഉടുമ്പുന്തല, കുറ്റിച്ചി, മാവിലങ്ങാട്, കൈക്കോട്ടുകടവ്, വയലോടി, വെള്ളാപ്പ് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടുകളിലാണ്. വെള്ളാപ്പ് ആണ്ടയിൽ റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. മെട്ടമ്മൽ പറയമാനത്ത് എം ഗിരീശന്റെ വീടിനകത്ത് വെള്ളം കയറി. മെട്ടമ്മൽ വയലോടിയിലെ കൂലിത്തൊഴിലാളി വി ശ്രീധരന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയ വീടിന്റെ മേൽക്കൂരയിലെ ഷീറ്റ് കാറ്റിൽ പറന്നുപോയി. ഷീറ്റ് ഉറപ്പിച്ചിരുന്ന ട്യൂബുകളും ചെങ്കല്ലുകളും ഉൾപ്പെടെയാണ് കാറ്റിൽ പറന്ന് കുടുംബം താമസിക്കുന്ന താൽക്കാലിക ഷെഡിന് മുകളിൽ പതിച്ചത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് തകർന്നു വീട്ടുകാരുടെ ദേഹത്ത് പതിക്കാതിരുന്നത്. സംഭവം നടക്കുമ്പോൾ ശ്രീധരനും ഭാര്യ ഇന്ദിരയും വീടിനകത്തുണ്ടായിരുന്നു. തൃക്കരിപ്പൂർ വയലോടിയിലെ കൊടക്കൽ വസന്തയുടെ വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂര കാറ്റിൽ തകർന്നു. പിലിക്കോട് മട്ടലായിൽ ദേശീയപാതയിലേക്ക് മരം കടപുഴകി വീണു. മട്ടലായി ശ്രീരാമക്ഷേത്രത്തിന് സമീപമാണ് മരം വീണത്. സംഭവം നടക്കുമ്പോൾ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടന്നുപോകാത്തത് മൂലം വലിയ ദുരന്തമാണ് ഒഴിവായത്. തീരദേശ മേഖലയിലെ മിക്ക പ്രദേശങ്ങളിലും നൂറുകണക്കിന് വാഴയും കവുങ്ങും ഉൾപ്പെടെ കാർഷിക വിളകൾ ഒടിഞ്ഞുവീണ് നശിച്ചു. പഞ്ചായത്ത്, റവന്യൂ അധികൃതർ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.